നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കുള്ള ഒരു അസുഖമാണ് ഇസ്നോമാനിയ എന്ന് പറയുന്നത്. അവർക്ക് ഉറക്കമുണ്ടാവില്ല. അപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും ഇസ്നോമാനിയ എന്ന് ചിന്തിക്കും. നോ, ചിലപ്പോൾ നേരം വെളുക്കുന്നവരെ ചിലർ ഉറക്കമില്ലാണ്ടിരിക്കും. ഇപ്പം ലൈവിലായാലും ചിലപ്പോൾ വർക്കായാലും അതൊക്കെ തീർത്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കും. ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം രാത്രി ഉണർന്നിരിക്കുക എന്നാണ്. അത് കഴിഞ്ഞ ഒരു 6 അവർ 5 അവേഴ്സ് ഉറങ്ങുകയാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ എന്നാലും നമ്മൾ ഉറങ്ങേണ്ടത് രാത്രിയിലാണല്ലേ. ഉറങ്ങിയില്ലെങ്കിൽ 5 അവേഴ്സ് എങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ആൾ ഹാപ്പി ആയിരിക്കും, എല്ലാം കൊണ്ട് ഹാപ്പി ആയിരിക്കും. ഫുൾ കളിക്കാൻ പോകുന്നു, ഫ്രണ്ട് സർക്കിൾ ഒരുപാട്, ലൈഫിൽ ഹാപ്പിയാണ്, എല്ലാമാണ്. എന്നാലും നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ എങ്ങനെ അസുഖം വരുന്നത്, ഇസ്നോമാനിയ വരുന്നതെന്ന്. അവർക്ക് പോലും അറിയില്ല അത് അവരുടെ അസുഖമാണെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ഡോക്ടറെ കാണിക്കുക. കാരണം അങ്ങനെയുള്ളവർക്ക് വേഗം ഒരു വിഷമം വന്നാൽ പെട്ടെന്ന് അത് ഡിപ്രഷനിലേക്ക് പോകും. നിങ്ങളിത് കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ ഉറക്കമില്ലാണ്ടിരുന്നിട്ട്, ഞാനൊക്കെ ഉറക്കമില്ലാണ്ടിരുന്നിട്ട് 8 അവേഴ്സ് ഉറങ്ങാണ്ടിരുന്നൊരു സമയമുണ്ട് എനിക്ക്. ഞാൻ ഉറങ്ങാണ്ടിരുന്നിട്ട് നെക്സ്റ്റ് ഡേയും ഉറങ്ങില്ല, അങ്ങനെ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ട്. കാരണം ടെൻഷൻസ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഉറക്കമില്ലാണ്ട് വരും. 2 ഡേയ്സൊക്കെ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താക്കുന്നറിയാം, ഫുള്ളും ചുറ്റും നമ്മൾ ഇങ്ങനെ പറന്ന് നടക്കുന്ന പ്രതീതിയായിരിക്കും. നമുക്ക് ചുറ്റിനും അറിയുന്നുണ്ട്, പക്ഷേ എങ്കിൽ പറന്ന് നടക്കുക, വെയിറ്റ് ഇല്ല, നമ്മുടെ ബോഡിക്ക് ഭാരം ഇല്ലാണ്ടാവും. ഞാൻ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് സ്ലീപ്പിംഗ് ടാബ്ലറ്റ് തരും. അതേ ഒരു ഓപ്ഷനുള്ളൂ. കാരണം ഡിപ്രഷൻ അല്ലല്ലോ, അത് ഡിപ്രഷനുമായിട്ടൊരു ബന്ധമില്ല. അതപ്പം നമ്മളവർ ഉറക്ക ഗുളിക തന്ന് ചെറിയൊരു ഹോർമോൺ ടാബ്ലറ്റൊക്കെ തന്ന് നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ യോഗ, മെഡിറ്റേഷൻ, ഇതിൻ്റെ കൂടെ എക്സസൈസ്, ഇതിൻ്റെ കൂടെ നമുക്ക് അവർ ആഡ് ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് ഉറക്കമില്ലാത്തവരുണ്ട് കേട്ടോ. എൻ്റെ ഇതിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉറക്കമില്ലാണ്ടിരുന്നിട്ട് 1 അവർ 2 അവർ വെറുതെ കിടക്കും. എന്നിട്ട് രാവിലെ എണീച്ച് വർക്കൗട്ടിന് പോവും. അത് ഫുട്ബോൾ, ക്രിക്കറ്റ് എന്നുകൊണ്ട് എല്ലാത്തിനും പോവും. വൈകുന്നേരം പോവും. എന്നിട്ട് ഉറങ്ങാത്തവരുണ്ട്. ഫുള്ള് ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേങ്കിൽ ആൾക്ക് ഇസ്നോമാനിയാണെന്ന് ആൾ ചിന്തിക്കുന്നതേ ഇല്ല. കാരണം ആർക്കും സൈക്യാട്രി ഡോക്ടറെ കാണണമെന്ന് ഇഷ്ടമല്ല, അവർക്കത് ഇഷ്ടമല്ല. നോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കാണണം. BP കൂടും, നമ്മൾ പഠിച്ചിട്ടില്ലേ, BP ഒക്കെ കൂടും. അപ്പോൾ സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ് എന്ന് വേണ്ട എന്തെങ്കിലുമൊക്കെ വന്ന് പെടും. അപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, രാത്രി ഇപ്പോൾ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല, രാവിലെ നിങ്ങൾ ഉറങ്ങിയാൽ മതി. 8 അവേഴ്സ് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ 6 അവേഴ്സ് 5 അവേഴ്സ്. വയസ്സായവർക്കാണ് ഇത് പ്രശ്നം. അവർ പണ്ട് കാലത്ത് വയസ്സായ ആൾക്കാരാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഉറങ്ങിയില്ല. അവർ ചെറിയ അനക്കം കേട്ടാലും കണ്ണു ഉറക്കും. എന്നിട്ട് അവർ ഉറങ്ങുന്നത് 5 അവേഴ്സ്. അതുതന്നെ അവരുടെ ഉറക്കം. അപ്പോൾ നിങ്ങൾ എന്താക്കണം, എത്രയും പെട്ടെന്ന് ആരോടും പറയണ്ട നിങ്ങൾ ഇക്കാര്യം. നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയറൻസും ഇല്ല. പഴയ ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് പിന്നെയും. എന്നാലും നിങ്ങൾ ആരോടും പറയണ്ട. നമ്മുടെ സീക്രട്ടും നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ, ആരോടും പറയണ്ട. എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ കൺസൾട്ടിങ് ചെയ്യരുത്. നിങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ച് ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെ ഉറങ്ങണം, എന്തൊക്കെ ചെയ്യണം. ഒരു ചാർട്ട് അവർ തരും, അതേപടി ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അതിൻ്റെ കൂടെ ചെറിയൊരു മെഡിസിൻ, അത് ലൈഫ് ലോങ് എടുക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ഇതാപ്പൊടി സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരേക്കലും നിർത്താൻ പറ്റില്ല എന്ന്. അതൊക്കെ വെറുതെയാണ്, വെറുതെ പറയാം. എല്ലാവർക്കും നിർത്താനൊക്കെ പറ്റും. നമ്മളൊരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും വരില്ല, തനിയെ ഉറങ്ങിക്കോളും. കൂടുതലും നമ്മുടെ പാർട്ട്ണർ,
നമ്മൾ അടുത്തുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പാരൻസ് അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുക.